ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു ഉച്ചയൂണാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കറിയാണ് വെക്കുന്നത്. അതിന് തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. 2 സവാള അരിഞ്ഞതും 3-4 പച്ചമുളക് അരിഞ്ഞതും ഒരു 4 തക്കാളി അരിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പെല്ലാം വെന്ത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക് പിന്നെ സവാള അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവൊക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെക്കാം. ഇനി നമുക്ക് കോവയ്ക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ കോവയ്ക്ക ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ചെറുതാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒരു സവാള എണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കരുത്, അടച്ച് വെച്ചിട്ട് ആവി വെള്ളത്തിൽ ഇരുന്നിട്ട് അത് വേവണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കോവയ്ക്ക ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വളരെ എളുപ്പമാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമീൻ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണക്കമീൻ മേടിക്കുമ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ഭാഗമൊക്കെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വറക്കണത്. അപ്പോൾ ഇത് മാന്തളാണ്, ഉണക്ക മാന്തളാണ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉണക്കമീൻ കുട്ടികളാണെങ്കിലും വീട്ടിലുള്ളവരൊക്കെ ഓരോ ചെറിയ പീസൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ചോറായി. നല്ല നെല്ല് കുത്തിയരിയുടെ ചോറും ഇരുമ്പാൻ പുളി അച്ചാറും ഉണക്കമീൻ ഫ്രൈയും മാന്തൾ വറുത്തതും പിന്നെ കോവയ്ക്ക ഉപ്പേരിയും പരിപ്പ് കറിയും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.